ഹായ്, എല്ലാവർക്കും എയ്സാപ്പിൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് SSC ഓർ ബാങ്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ചോദ്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി നമുക്ക് നോക്കാം. സെലക്ട് ദ സിനണിം ഓഫ് ദ ഗിവൺ വേർഡ് ആംപ്ലിഫൈ എന്നാണ്. അപ്പം സമാനാർത്ഥ പദം അല്ലെങ്കിൽ നാനാർത്ഥ പദം ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുള്ളത് എന്നാണ്. അപ്പോൾ ആംപ്ലിഫൈ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് ഒരു മാർക്കിൻ്റെ ചോദ്യം നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് എ എന്നതാണ്, മാഗ്നിഫൈ എന്നാണ്. ആംപ്ലിഫൈ എന്നതിൻ്റെ സിനണിമായിട്ട് തന്നതിൽ ഏറ്റവും ഉചിതമായ ഉത്തരം മാഗ്നിഫൈ എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് if there is no need to substitute it, select no substitution required. This is the first time anybody have explored into this part of the country. ഇവിടെ എവിടെയാണ് തെറ്റ് കിടക്കുന്നത്? അപ്പോൾ നമ്മൾ അണ്ടർലൈൻഡ് എന്ന പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകമായിട്ടത് മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് എ എന്ന സെക്ഷനിലാണ്. എനിബഡി ഹാസ് എക്സ്പ്ലോർഡ് ദിസ് പാർട്ട് എന്ന ഭാഗത്താണ് തെറ്റ് കിടക്കുന്നത്. അപ്പോൾ എറർ പാർട്ട് എന്നത് കണ്ടുപിടിക്കാനാണ് സാധാരണ ബാങ്ക് എക്സാമിന് അല്ലെങ്കിൽ SSC എക്സാമിന് നമ്മളോട് ചോദിക്കുന്നതാണ് തെറ്റായ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എ സെക്ഷനിലാണ് തെറ്റ് കിടക്കുന്നത്. എനിബഡി ഹാസ് എക്സ്പ്ലോർഡ് ദിസ് പാർട്ട് എന്ന സെക്ഷനിലാണ്. മൂന്നാമത്തെ ചോദ്യം എന്താ? സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി underlined idiom in the given sentence. He has set up his business now as he knows the ins and outs of it. ഇത് സാധാരണ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ഇഡിയമാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് സി സെക്ഷനിലാണ്. ഡീറ്റെയിൽസ് എന്നാണ്. ഇൻസ് ആൻഡ് ഔട്ട്സ് എന്നതിൻ്റെ മീനിങ് ആയിട്ട് നമ്മൾ എടുക്കുക ഡീറ്റെയിൽസ് എന്നാണ്. നാലാമതായിട്ട് സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. വൺ വേർഡുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ്. ദ കീപ്പർ ഓഫ് എ മ്യൂസിയം എന്നാണ്. മ്യൂസിയം കാവൽക്കാരന് എന്താണ് പറയുക? സാധാരണ ഇതൊരു പോസ്റ്റാണ്. അപ്പോൾ ക്യൂറേറ്റർ എന്നാണ് നമ്മൾ അതിനെന്ത് പറയുക? മ്യൂസിയം. ദ കീപ്പർ ഓഫ് എ മ്യൂസിയം ഈസ് കോൾഡ് ക്യൂറേറ്റർ എന്നാണ്. സെലക്ട് ദ സിനണിം ഓഫ് ദ ഗിവൺ വേർഡ് റിപ്ലീറ്റ് എന്നാണ്. റിപ്ലീറ്റ് അല്ലെങ്കിൽ റെപ്ലീറ്റ് എന്നാണ്. ആ വേർഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിനണിമാണ്. അപ്പോൾ സിനണിം മോർ ദാൻ വൺ നമ്മളോട് ചോദിക്കാറുണ്ട്, ഒന്നിലധികം നമ്മളോട് ചോദിക്കാറുണ്ട്. ആൻസർ പ്രകാരം സി എന്നതാണ്. ഫുൾ എന്നാണ് അതിൻ്റെ സിനണിമായിട്ട് നമുക്ക് തന്നതിൽ ഏറ്റവും ഉചിതമായ ഉത്തരം ഫുൾ എന്നതാണ്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഇൻ ദി സെൻറ്റൻസ് which contains the grammatical error in this. ആ ഗ്രാമാറ്റിക്കൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിച്ചത്. ഇൻ ദിസ് നോവൽ ഐ കെയിം അക്രോസ് സം വേർഡ്സ് വിച്ച് മീനിങ് ഐ ഡു നോട്ട് നോ എന്നതാണ്. ഇവിടെ എവിടെയാണ് തെറ്റ് കിടക്കുന്നത് എന്നാണ് നമ്മളോട് ചോദ്യം. ആ തെറ്റ് കിടക്കുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. വിച്ച് എന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നു ആ വാചകത്തിനകത്ത്. അപ്പോൾ അവിടെ അതിന് ശേഷം അത് ഏകവചനമായിട്ടാണോ ബഹുവചനമായിട്ടാണോ എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻ ദിസ് നോവൽ ഐ കെയിം അക്രോസ് സം വേർഡ്സ് വിച്ച്, അവിടെ നമുക്ക് തന്നിരിക്കുന്ന മീനിങ് എന്നാണ് തന്നിരിക്കുന്നത്. ആ പാർട്ടിലാണ് നമുക്ക് എന്തുള്ളത്? തെറ്റുള്ളത്. വിച്ച് മീനിങ് ഐ ഡു നോട്ട് നോ എന്ന ആ പാർട്ടിലാണ്, വിച്ച് മീനിങ് എന്ന ആ പാർട്ടിലാണ് തെറ്റ് കിടക്കുന്നതായിട്ട്. അപ്പോൾ ബി സെക്ഷനിലാണ് തെറ്റുള്ളത്. നെക്സ്റ്റ് വൺ എന്താ? സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്നാണ്. അവർ ന്യൂ ഓഫീസ് ഈസ് എക്യുപ്ഡ് ഡാഷ് ഓൾ ദ ലേറ്റസ്റ്റ് ടെക്നോളജി എന്നാണ്. ഇത് സാധാരണ രീതിയിൽ നമ്മളോട് ചോദിക്കുന്നതാണ്. പ്രപ്പോസിഷണൽ ഫ്രേസസുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഇവിടെ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? എക്യുപ്ഡ് എന്നാണ് തന്നിരിക്കുന്നത്. എക്യുപ്ഡ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ വിത്ത് ആണ്. എപ്പോഴും വിത്ത് ഉപയോഗിച്ചിട്ടാണ് അത് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എക്യുപ്ഡ് വിത്ത് എന്നാണ്. അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ? സെലക്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ് എന്നാണ്. അപ്പോൾ തന്നതിൽ തെറ്റായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞത്. ആർക്ക് നോക്കിയാലും മനസ്സിലാവും തെറ്റായ സ്പെല്ലിങ് എ എന്നതാണ്. കറേജിയസ് എന്നതാണ്. കറേജിയസ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് അവിടെ തെറ്റായിട്ടാണുള്ളത്. COURAGEOUS
COUS എന്നതാണ്. യെസ്, കറേജിയസ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ തെറ്റുള്ളത്. ഇപ്പോൾ കറക്റ്റ് സ്പെല്ലിങ് COURAGEOUS എന്നുള്ളതാണ്. അടുത്തായിട്ട് എന്താ ഉള്ളത്? സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. എ ലാർജ് എൻക്ലോഷർ ഫോർ കീപ്പിംഗ് ദ ബേർഡ്സ് ഇൻ. പക്ഷികളെ പാർപ്പിക്കുന്ന വലിയ കൂടിന് പറയുന്ന പേര് എന്താണ് എന്നാണ്. അല്ലെങ്കിൽ ലാർജ് കേജ് ഫോർ കീപ്പിംഗ് ബേർഡ്സ് എന്നാണ്. അവിടെ ആൻസറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏവിയറി എന്നാണ്. ഏവിയറി എന്നാണ്. അടുത്തായിട്ട് എന്താണ്? സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. എ പേഴ്സൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. ഹ്യൂമൻ ഫ്ലഷ് കഴിക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് മാംസഭോജി അല്ലെ നരഭോജി എന്നാണ് പറയുക. നരഭോജിക്ക് കാനിബാൾ എന്നാണ് പറയുക. കാനിബാൾ എന്ന ആ വാക്കാണ് അവിടെ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. യെസ്, എ പേഴ്സൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബാൾ എന്നാണ് പറയുക.